ഇനി ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്നും കൂടി പറയാൻ ഉദ്ദേശിച്ചിരുന്നു. പിന്നെ നേരത്തെ നമ്മൾ ഉലഹിയത്തിന് ആ ഉലഹിയത്ത് മൃഗത്തിൻ്റെ വയസ്സ് പറഞ്ഞല്ലോ, വയസ്സ് നേരത്തെ പറഞ്ഞില്ലേ. ആ വയസ്സ് നിർബന്ധം എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താന്ന് നോക്കണം. ചില ആൾക്കാരുണ്ടാവും വീട്ടിൽ പശു പ്രസവിച്ചപ്പോൾ, ഒരു മൂരിക്കുട്ടനെ പ്രസവിച്ചപ്പോൾ, ഒരു പോത്തുകുട്ടനെ പ്രസവിച്ചപ്പോൾ നേർച്ചാക്കി ഉണ്ടാവും. നേർച്ച എന്ന് പറഞ്ഞാൽ മനസ്സ് കരുതിയതൊന്നും ഉണ്ടാവില്ല, നേർച്ച ആവൂല. നേർച്ചയ്ക്ക് ഏത് വേണം? തലഫുദ് വേണം. അപ്പം നേർച്ചാക്കിക്കണമെന്നൊക്കെ ചോദിക്കുന്നവരോട് വേണമെങ്കിൽ നമുക്കൊന്ന് അന്വേഷിക്കാം, നിങ്ങൾ എങ്ങനെ നേർച്ചാക്കിയത്, നിങ്ങൾ നേർച്ചയുടെ വാചകം പറഞ്ഞോ, അതോ മനസ്സിൽ കരുതിയത് മാത്രം. അപ്പം മനസ്സിൽ കരുതൽ മാത്രമേ ഉണ്ടായിട്ടുള്ളെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ നെതിറിൻ്റെ ഈ നിർബന്ധ വിധിയൊന്നും ഉണ്ടാകൂല. ഏതായാലും കൃത്യമായ രൂപത്തിൽ നേർച്ച തന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ കാളക്കുട്ടിനെ അല്ലെങ്കിൽ പോത്തുംകുട്ടിനെ ഉദയത്തറക്കാൻ നേർച്ചാക്കിയെന്ന് അറിഞ്ഞ് അതിൻ്റെ ശേഷം വലിയ പെരുന്നാൾ വന്നു. അപ്പോത്തിന് ഇതിന് എന്തായിട്ടില്ല, 2 വയസ്സായിട്ടില്ല. ഈ പെരക്കാർ പറയും, ഉസ്താദേ ഇതിന് പെരയിൽ തീറ്റിപ്പോറ്റാൻ വയ്യ. നമ്മളോടൊക്കെ പലരും പറയുന്നതാണ് തീറ്റിപ്പോറ്റാൻ വയ്യ, അതാണെങ്കിൽ കുത്തിയിട്ടും ചവിട്ടിയിട്ടും. അപ്പോൾ അതിനിക്കൊല്ലം തന്നെ അർത്ഥം കൊടുക്കാൻ പറ്റുമോ എന്ന് ചില ഉസ്താദന്മാരോട് ചോദിക്കും. ചിലർ പറയും ഇല്ല, അതിന് 2 വയസ്സായിട്ടില്ലല്ലോ, ഒടുക്കൊല്ലം അർത്ഥം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അയാൾ ചോദിക്കും ഇത് വിറ്റിട്ട് വേറെ ഒന്നിനെ വാങ്ങി അർത്ഥം കൊടുത്താൽ പറ്റുമോ? ചിലർ പറ്റുമെന്നറിയും, ചിലരാവും പറ്റൂല എന്നറിയും. സത്യത്തിൽ ആ മസലൊന്നും ശരിയല്ല. അവിടെ പറയേണ്ടത് അതിനെ നിങ്ങൾ ഈ വർഷം തന്നെ ഉദഹിയത്ത് അറുത്ത് കൊടുക്കേണ്ടതാണ്, ഈ വർഷം തന്നെ അറുത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ, ഒരു നിശ്ചിത മൃഗത്തെ ഉദഹിയത്ത് അറുത്ത് കൊടുക്കാൻ നേർച്ചയാക്കിയാൽ, ഒരു നിശ്ചിത മൃഗത്തെ ഉദഹിയത്ത് അറുത്ത് കൊടുക്കാൻ നേർച്ചയാക്കിയാൽ, നേർച്ചയ്ക്ക് ശേഷം വരുന്ന, ഞാൻ ചിലതൊന്നും അതിൻ്റെ മഫ്ഹൂമും കൈതുദ്ദേശിച്ചുകൊണ്ടല്ല പറയുന്നത്, ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നതുകൊണ്ടാണ്. പൊതുവേ ഉലഹിയത്ത് നേർച്ചയാക്കിയാൽ അത് ഫൗരിയാണ് എന്നും ഉദയത്തിന് ശേഷം വരുന്ന ആദ്യ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് തന്നെ അറവ് നടത്തൽ നിർബന്ധമാണെന്നും സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ പിന്നെ പിന്തിച്ചു വെക്കാൻ പാടില്ല എന്നുമാണ് മസാല. അത് നെതിർ മുഅയ്യനാണെങ്കിലും ഫിസിമ്മത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏതെൽപ്പം പറയും, ഒരു നിശ്ചിത മൃഗത്തെ ഉലഹിയത്ത് അറവ് നേർച്ചയാക്കിയാൽ നേർച്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യ ബലി പെരുന്നാളിനോടനുബന്ധിച്ച് അതിനെ അറിവ് നടത്തൽ നിർബന്ധമാണ്. അടുത്ത വർഷത്തേക്ക് വയസ്സ് തികയാൻ വേണ്ടി കാത്തിരിക്കാൻ പാടില്ല, കാത്തിരിപ്പ് ഹറാമാണ്. അഥവാ ഇനി ആ ബലി പെരുന്നാൾ ഈ മസല അറിയാത്തതുകൊണ്ട് അറിവ് നടത്തിയില്ല, ദുൽഹജ്ജ് 20-ൻ്റെ അന്നാണ് അയാൾ എൻ്റെ അടുത്ത് എത്തിയത്, അപ്പോഴാണ് ഈ മസല കൃത്യമായിട്ട് അറിഞ്ഞത്, എന്നാൽ അയാൾ ആ ദുൽഹജ്ജ് 20-ൻ്റെ അന്ന് അർത്ഥം കൊടുക്കൽ എന്ത് പറ്റൂല, സമയം തെറ്റിയതുകൊണ്ട് ഖളാ ആയി പോകുമെന്നാണ്. ഇത് പലർക്കും അബദ്ധം പറ്റുന്നൊരു വിഷയമാണ്. പണ്ടിൻ്റെ അടുത്ത് വന്നൊരു വൈദ്യുട്ടിയാക്കാൻ ഉസ്താദ് ഞാൻ കുടുങ്ങിയല്ലോ എന്ന്. അതെന്തെന്ന് വെച്ചാൽ അപ്പോൾ അതാണ് ഒരു മൂരിക്കുട്ടിനെ ഉലഹിയത്ത് അറക്കാൻ നേർച്ചയാക്കിയിരുന്നു. അതിപ്പോൾ ചവിട്ടിയിട്ടും കുത്തിയിട്ടും ആയിട്ട് നിൽക്കാൻ വയ്യ, അതിന് 2 വയസ്സ് തൊട്ട് 1 വയസ്സ് തന്നെ ആയിട്ടില്ല, 1 വയസ്സാകണേ ഉള്ളൂ. അതിൻ്റെ പറഞ്ഞു അതിൻ്റെ ഉസ്താദെ ഭാര്യ ഒന്ന് വീണ് പോലിപ്പോൾ എല്ല് പൊട്ടി കിടക്കുവാണ്, ഇത് കൊണ്ടിറങ്ങിയത് ഓളാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ നമ്മളവിടുത്തെ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് പറഞ്ഞു പറ്റൂല, വയസ്സാകാതെ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നാടൻ ഭാഷയിൽ മൂപ്പരോട് പറഞ്ഞപ്പോൾ നിങ്ങളല്ല കുടുങ്ങിയത്, നിങ്ങളെ ഉസ്താദ് കുടുക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ എന്താ ഈ വയസ്സ് ഷർത്താന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോടെ, ഒരാൾ ഒരു സുന്നത്തായ ഉലഹിയത്ത് ഉദ്ദേശിച്ചു കൊണ്ടൊരു മൃഗത്തെ അറിവെടുത്താണ്, എന്നാൽ ഈ നിശ്ചിത വയസ്സുള്ളതിനെ തന്നെ അറിവ് നടത്തണം, അല്ലാത്തതിന് അറിവ് നടത്തിയാൽ ഒരു കാര്യമില്ല എന്നാൽ ഉലഹിയത്താവൂല, അതുകൊണ്ട് അവൻ്റെ ഒരു വാജിബ് വീടുകയും ഇല്ല. ഇനി ഫിസിമ്മത്ത് നേർച്ചയാക്കിയാണ്. എന്താ ഫിസിമ്മത്ത് നേർച്ച പറഞ്ഞാൽ മൃഗം ഇന്നതാൻ തയ്യം ചെയ്യാതെ ഞാനൊരു ഉലഹിയത്തിന് നേർച്ചാക്കി, അങ്ങനെ നേർച്ചാക്കി പോയ ഒരാൾ ആ നേർച്ച വീടണമെങ്കിലും വയസ്സൊത്ത ഒന്നിനെ തന്നെ കൃത്യമായി നോക്കി അറിവ് നടത്തൽ നിർബന്ധമാണ്. അതേസമയം ഒരു മുഅയ്യനായ മൃഗത്തെ നേർച്ചയാക്കി കഴിഞ്ഞാൽ വയസ്സാവാൻ കാത്തിരിക്കാൻ പാടില്ല, തൊട്ടടുത്ത ബലി പെരുന്നാളിനോടനുബന്ധിച്ച് അതിന് അറിവ് നടത്തൽ നിർബന്ധമാണ്. ആ അറിവ് നടത്തിയാൽ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ നെസിർ വീടുന്നതും ആണ്, അത്രയല്ലേ ഇപ്പോൾ ആവശ്യമുള്ളൂ, നെസിർ വീടുന്നതും അതുകൊണ്ട് അദ്ദേഹത്തിന് കൂലി കിട്ടുന്നതും ആണ്. അത് അഥവാ പെരുന്നാളിനോടനുബന്ധിച്ച് അറിവ് നടത്താൻ മറന്നാൽ എപ്പോഴാണോ ഇത് അറിഞ്ഞത് അപ്പം അറക്കണം, അപ്പോൾ അതിന് ഖളാ ആവുകയും ചെയ്യും എന്നാണ് നിയമം. ഇതുപോലെ ഉലഹിയത്ത് മൃഗത്തിൻ്റെ ഞാൻ ന്യൂനതകൾ പറയുന്നിടത്ത് അവിടെയുണ്ട്. മൃഗത്തിന് കുറേ ഷർത്തുണ്ട്, ഐബുണ്ടാവാൻ പാടില്ല. അവിടെയും ഞാനൊന്ന് പറയണം, ഒരു നിശ്ചിത മൃഗത്തെ നേർച്ചയാക്കി കഴിഞ്ഞാൽ നേർച്ചയ്ക്ക് ശേഷം ഐബ് വന്നു ചേർന്നതാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അതിനെ തന്നെ അറിവ് കൊടുത്താൽ മതി, ഉലഹിയത്ത് കിട്ടും, നേർച്ച വീടും. ഇനി നേർച്ച ആക്കുമ്പോൾ തന്നെ ഏതുണ്ടായിരുന്നു, എന്നാൽ പോലും അതിനെ തന്നെ അറിവ് നടത്തൽ
നിർബന്ധമാണ്. അതുകൊണ്ട് ആ നേർച്ച വീടുകയും ചെയ്യും. അതിന് അയ്ബുണ്ടല്ലോ എന്ന് കരുതിയിട്ട് അയ്ബില്ലാത്ത വേറൊന്നിനെ അറിവ് നടത്തിയാൽ ആ വേറൊന്നിനെ അറിവ് നടത്തിൻ്റെ കൂലിയൊക്കെ കിട്ടുമെങ്കിൽ ഏത് വീടൂല? നേർച്ച വീടൂല. അപ്പം ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധം പറ്റുന്ന മസേ വയസ്സ് വേണ്ടേ, ഇതിന് വയസ്സ് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. അത് നേർച്ചാക്കി പോയാൽ പിന്നെ ഏത് നോക്കേണ്ട കാര്യമില്ല, വയസ്സ് നോക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ അവിടെ ഒരു വിഷയമുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞു തീർന്നോട്ടെ, എന്നിട്ട് എപ്പോൾ നിർത്തും, എന്നിട്ട് ചോദിക്കാൻ സമയമുണ്ടെങ്കിൽ. മറ്റെങ്കിൽ ഉദ്ദേശമൊക്കെ ചിലപ്പോൾ ഞാൻ പറയുന്നുണ്ടാകും. അപ്പം ഞാൻ എന്തേ പറഞ്ഞത്, നിശ്ചിത മൃഗത്തെ നേർച്ചയാക്കിയാൽ ഏത് നിങ്ങൾ ശ്രദ്ധിക്കണ്ട, അതിന് അയ്ബുണ്ടോ അല്ലേ എന്ന് നോക്കണ്ട. എങ്ങനെയായാലും അടുത്ത പെരുന്നാക്കത് അറുത്ത് കൊടുക്കൽ നിർബന്ധം. ആ അറുത്ത് കൊടുത്തിട്ട് കാര്യമുണ്ടോ? നേർച്ച വീടും. നേർച്ച ഞാൻ നേർച്ച വീടാൻ വേറെ എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യണ്ട. കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പേരിലൊന്നും ചെയ്യണ്ട. പിന്നെ ഞാനെന്താ, മൃഗത്തിൻ്റെ അയ്ബുകൾ അത് ഫത്വൽമീനിലൊക്കെ തന്നെ എന്നെ പറ്റൂല എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ. എല്ലാം കൂടി ഇപ്പം വിശദീകരിക്കാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് മാംസ താല്പര്യക്കാർക്ക്, ചിലർക്ക് മാംസം വലിയ താല്പര്യം ഉണ്ടാവില്ല, ഏത് കിട്ടിയാലും. അതല്ല, മാംസ താല്പര്യക്കാർ ഇഷ്ടപ്പെടാത്ത വിധം വല്ലാതെ മെലിഞ്ഞൊട്ടിയ മൃഗമാണെങ്കിൽ അതിൻ്റെ മാംസം പറ്റൂല. മൃഗച്ചൊറി എന്ന് പറയുന്നൊരു ചൊറി ബാധിച്ചാണെങ്കിൽ പറ്റൂല. വാല്, ചെവി എവിടെ നിന്നാണെങ്കിലും അല്പമെങ്കിലും മുറിഞ്ഞ് നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ അത് പറ്റില്ല. തീരെ നഷ്ടപ്പെട്ടിട്ടില്ല, ചെവി ഒന്നും ഇങ്ങനെ കീറിപ്പോയിക്കണം, അല്പഭാഗം പോലും, അതിന് വിരോധമല്ല. രണ്ടും രണ്ടാണ്. ചെറുതാണെങ്കിൽ ഒരു കഷ്ടം വെട്ടി മുറിഞ്ഞു പോയിക്കണ്, അതിന് പറ്റില്ല. ചിലപ്പോൾ ഒരു തുള വീണിട്ടുണ്ട്, അല്പം പോലും നഷ്ടപ്പെട്ടില്ല. നമ്മളിപ്പോൾ ഒരു സൂചി ചെയ്യുമ്പോൾ അങ്ങനെ ഓട്ടിയാൽ ഇങ്ങനെ ഓടിയിട്ട് പോരും എന്നല്ലാതെ ഒന്നും അതിന് വിരോധമല്ല. അല്പം പോലും നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വിരോധമല്ല. അല്പമാണെങ്കിൽ പോലും മുറിച്ച് മാറ്റപ്പെട്ടതോ ആണെങ്കിൽ. ഇന്നലെ ഇപ്പോൾ ഒരാൾ വിളിച്ചു, ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ തന്നെ ഈ മൃഗങ്ങളുടെ ചെവിയൊന്നും ഭക്ഷിക്കാറില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ചെവി മുറിഞ്ഞ മൃഗത്തെയും ഉദയത്തിറക്കാൻ പറ്റൂല എന്ന് വെച്ച്. അത് പറ്റൂല. ചില സ്ഥലത്ത് ചെവി അങ്ങനെ അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ അത് കുഴിച്ചിടലാണെന്ന് പറഞ്ഞു. അപ്പോഴും നേർച്ചയാക്കിയതാണെങ്കിൽ അതൊക്കെ ഫക്കീർ മിസ്കീൻ അങ്ങ് സദക്ക ചെയ്തോളണം. ഓലും എന്ത് ചെയ്താലും നമ്മൾ പിന്നാലെ പോയി നോക്കേണ്ട കാര്യം ഇല്ല. നമ്മൾ തന്നെ മുലഹി, അയാൾ സദക്ക ചെയ്തോടുകൂടി വീടും. അപ്പോൾ കൊമ്പ്, നല്ല കൊമ്പ് ഉള്ളതാണ് നല്ലതും ഏറ്റവും ഉത്തമവും. എന്നാൽ കൊമ്പ് പൊട്ടിച്ചിട്ട് പ്രശ്നമല്ല. കൊമ്പ് പൊട്ടിയതും തീരെ കൊമ്പില്ലാത്തതും ഏതിന് പറ്റും? ആളുകൾ കാര്യമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതെ ഉസ്താദ്, കൊമ്പൊന്ന് പൊട്ടിക്കണ അല്ലെങ്കിൽ കൊമ്പ് മുറിച്ചിക്കണ് കട്ട് ചെയ്തിക്കണ് പറ്റുമോ? പറ്റും. ഏറ്റവും അഫ്ളൽ ഏതാണ്? നല്ല കൊമ്പുള്ള, പക്ഷെ കൊമ്പ് പൊട്ടിയതും പറ്റും. കിതാബിൽ നസ്സാക്കിയിട്ടുണ്ട്, ഈ വാർത്തകളെല്ലാം കൂടി ഇപ്പം ഞാൻ വായിക്കുന്നില്ല. അതേസമയം ചെവി മുറിഞ്ഞു പോയാൽ, വാല് മുറിഞ്ഞു പോയാൽ അത് പിന്നെ ഏതിന് പറ്റില്ല? ഉദയത്തിന് പറ്റില്ല. ഇവിടെ ഞാൻ പറഞ്ഞ നേർച്ച, നിശ്ചിത മൃഗത്തെ നേർച്ചയാക്കി പോയാൽ ഇത് അയ്ബ് വിഷയമല്ല.